വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വഖഫ് ഭൂമി തർക്കത്തിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. മുനമ്പം വിഷയത്തിൽ നിയമപോരാട്ടം തുടരണമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അതേസമയം കേന്ദ്രമന്ത്രിയിൽ നിന്ന് ആഗ്രഹിച്ച പ്രഖ്യാപനം ഉണ്ടായില്ലെന്ന് മുനമ്പം സമരസമിതി പ്രതികരിച്ചു. വൈകിട്ട് 6 മണിയോടെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പം സമരപ്പന്തലിലെത്തിയത്. സമരപ്പന്തലിൽ നിരാഹാരം കഴിയുന്നവരെ കണ്ട ശേഷം കിരൺ റിജിജു മുനമ്പത്തെ ജനങ്ങളുമായി സംസാരിച്ചു. രാജ്യത്ത് വഖഫ് നിയമം ഭേദഗതി ചെയ്തത് മുനമ്പം ആവർത്തിക്കാതിരിക്കാനാണെന്ന് കിരൺ റിജിജു. പുതിയ നിയമം മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി. We are for justice for everyone. We brought the Waqf Amendment Bill 2025 to change the draconian provisions which were in existence. മുനമ്പത്ത് ഒരിക്കൽ കൂടി എത്തുമെന്ന് പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ച മന്ത്രി പക്ഷേ മുനമ്പത്തെ ജനങ്ങൾക്ക് പ്രശ്നപരിഹാരം സംബന്ധിച്ച ഒരു ഉറപ്പും നൽകിയില്ല. I have to respect the judiciary, the constitutional authorities. That is why I am not spelling a deadline, a particular fixed time. I am not saying, but that doesn't mean that your issue will be not settled. കേന്ദ്രമന്ത്രിയുടെ വരവിനെ സ്വാഗതം ചെയ്യുന്നുവെങ്കിലും മുനമ്പം ജനത ആഗ്രഹിച്ച പ്രഖ്യാപനം കിരൺ റിജിജുവിൽ നിന്ന് ഉണ്ടായില്ലെന്ന് സമരസമിതി രക്ഷാധികാരി ഫാദർ ആന്റണി. പ്രശ്നത്തിന് ഇന്ന് ഞങ്ങളൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതെങ്കിലും അതുപോലെ ഒരു ഗുഡ് ന്യൂസാണ് ഇന്നിവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നതെന്നാണ് ഞങ്ങളെ അറിയിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ഒന്നും വന്നില്ല. പകരം ഒരു 3 ആഴ്ചകളോ 4 ആഴ്ചകളോട് കൂടി ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഈ റൂൾസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് ഇന്ന് വാക്ക് നൽകിപ്പോയി. മുനമ്പത്ത് എത്തുന്നതിന് മുൻപ് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിനെയും കിരൺ റിജിജു സന്ദർശിച്ചിരുന്നു. മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന് കിരൺ റിജിജു ഉറപ്പു നൽകിയെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കളത്തിപ്പറമ്പിൽ. മുനമ്പ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സമയബന്ധിതമായിട്ട് നടത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും കിരൺ റിജിജുവിനൊപ്പം ഉണ്ടായിരുന്നു. 24 കൊച്ചി. മുനമ്പം ഭൂപ്രശ്നം BJPക്ക് ബൂമറാങ്ങായെന്ന് മന്ത്രി P. രാജീവ്. വഖഫ് ഭേദഗതി നിയമം ഭൂപ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കിയെന്നും മന്ത്രി വിമർശിച്ചു. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനെ കള്ളി പുറത്തായെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അല്ല, ഇപ്പോൾ ആയുധം ബൂമറാങ്ങായല്ലോ. ഇപ്പോൾ നിങ്ങൾ തന്നെ അവിടെ മന്ത്രിയുടെ പ്രസ്താവനയോടുകൂടി വ്യക്തമായി സങ്കുചിത രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വിഭജനത്തിൻ്റെതായ ഒരു താല്പര്യമാണ് BJP ശ്രമിച്ചത്. അത് ഇന്ന് കുറെ കൂടി തുറന്നു കാട്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ നിയമം പ്രശ്നത്തെ കുറെ കൂടി സങ്കീർണമാക്കി. ഇത് സംബന്ധിച്ച് ഇതുവരെ അവർ നടത്തിയിരുന്ന പ്രചരണം ഇന്ന് വെറുതെയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. സർക്കാർ മുൻകൈ എടുത്ത ട്രിബ്യൂണലിൽ വെച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നം വലിച്ചു നീട്ടി നാട് നിങ്ങളെ കൊണ്ടുകടന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നല്ലാതെ മുനമ്പത്തുള്ള ആളുകളുടെ പ്രശ്നം തീർക്കാൻ വളരെ സിമ്പിളായിട്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് തീരുമെന്നൊക്കെ പറഞ്ഞത്. നീതി ഉറപ്പാക്കുകയാണ് വഖഫ് ഭേദഗതി നിയമത്തിന്റെ ലക്ഷ്യമെന്ന് ആവർത്തിച്ച് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. ചർച്ച് ആക്ട് നടപ്പാക്കാനുള്ള നിർദ്ദേശം സർക്കാരിന് മുന്നിൽ ഇല്ല എന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മതനിരപേക്ഷ സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കുമെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കി. നിയമത്തിനെതിരെ നാളെ കോഴിക്കോട് ബീച്ചിൽ മുസ്ലിം ലീഗ് മഹാറാലി സംഘടിപ്പിക്കും. ഏറെ വിവാദമായ വഖഫ് നിയമ ഭേദഗതി ബിൽ നിയമമായെങ്കിലും അതേ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കേരളത്തിലെത്തിയ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പ്രതിഷേധങ്ങളിൽ LDF UDF മുന്നണികളെ കുറ്റപ്പെടുത്തി. നിയമ ഭേദഗതി മുസ്ലിം വിഭാഗത്തിന് എതിരില്ലെന്നും BJPയുടെ പേര് പറഞ്ഞ് ഭയപ്പെടുത്താനാണ് ശ്രമമെന്നും കേന്ദ്രമന്ത്രി. മുനമ്പം രാജ്യത്തിനി ആവർത്തിക്കില്ല. There are some campaign going on to set a narrative. The central government is working against Muslim community. No, we are here to correct the mistakes. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ മതേതര സമൂഹത്തിന്റെ പിന്തുണയുണ്ടെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കി. ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലും മൗലികാവകാശങ്ങളിലും മതസ്വാതന്ത്ര്യത്തിലും ഒക്കെ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഐക്യദാർഢ്യവും പിന്തുണയും ഞങ്ങൾക്കുണ്ടാകുമെന്ന ഉറപ്പാണ്. മുനമ്പം വിഷയം പരിഹരിക്കാതെ വിവിധ സമുദായങ്ങളെ ഭിന്നിപ്പിച്ച് വീണ്ടും അധികാരത്തിലെത്തുകയാണ് CPMന്റെ ലക്ഷ്യമെന്നും ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. നിയമ ഭേദഗതിക്കെതിരെ നാളെയാണ് കോഴിക്കോട് ബീച്ചിൽ മുസ്ലിം ലീഗിന്റെ മഹാറാലി. 2 ലക്ഷത്തോളം ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് നേതാക്കൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് 24. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വ്യത്യസ്ത പ്രതിഷേധവുമായി INL. വഖഫ് നിയമത്തിന്റെ പകർപ്പ് അറബിക്കടലിൽ എറിഞ്ഞാണ് പ്രതിഷേധം. മുതലക്കുളത്തെ പൊതുയോഗത്തിന് ശേഷം റാലിയായി എത്തിയാണ് നേതാക്കളും പ്രവർത്തകരും നിയമത്തിന്റെ പകർപ്പ് കടലിൽ ഒഴുക്കിയത്. സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ഏവർകോവിൽ MLA, ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ എന്നിവർ നേതൃത്വം നൽകി. സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു.
പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് കലാപത്തിന് ബംഗ്ലാദേശ് ബന്ധമെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്. നുഴഞ്ഞുകയറ്റക്കാരുടെ നീക്കം തടയുന്നതിൽ മമതാ ബാനർജി സർക്കാർ പരാജയപ്പെട്ടെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. മുർഷിദാബാദിലും ഭാൻഗറിലും സ്ഥിതിഗതികൾ നിലവിൽ ശാന്തമാണ്. മൂർഷിദാബാദിലും ബാൻഗറിലുമുണ്ടായ സംഘർഷങ്ങൾക്ക് ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തൽ. ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞുകയറിയവർ വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തെ സർക്കാർ വിരുദ്ധ കലാപമായി ആളിക്കത്തിക്കാൻ ശ്രമിച്ചു എന്നാണ് ഏജൻസികളുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. നുഴഞ്ഞുകയറ്റക്കാരുടെ ഈ നീക്കങ്ങളെ കണ്ടെത്തുന്നതിലും തടയുന്നതിലും മമതാ ബാനർജി സർക്കാർ പരാജയപ്പെട്ടെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ധൂലിയാനിൽ പിതാവിനെയും പുത്രനെയും കൊലപ്പെടുത്തിയ കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. IB, CID, STF എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘമാണ് ഇവരെ പിടികൂടിയത്. അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ച 1093 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് ബ്ലോക്ക് ചെയ്തു. ബാൻഗർ സംഘർഷത്തിൽ 8 പേരെ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് സ്ഥിതിഗതികൾ നിലവിൽ നിയന്ത്രണ വിധേയമെങ്കിലും സംഘർഷ സാഹചര്യം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. 24 ഡൽഹി. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ച് ED. ഡൽഹി റോസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഹരിയാന ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാളെയും ചോദ്യം ചെയ്യും. കുറ്റപത്രം പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്ന് കോൺഗ്രസ്. സോണിയാഗാന്ധിയെ 1-ാം പ്രതിയും രാഹുൽ ഗാന്ധിയെ 2-ാം പ്രതിയുമാക്കിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഡൽഹി പട്ടിയാല റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ കോൺഗ്രസ് നേതാവ് സാം പിത്രോഡ, സുമൻ ദുബൈ എന്നിവരുടെ പേരുകളുമുണ്ട്. ഈ മാസം 25-ന് കേസ് കോടതി പരിഗണിക്കും. നാഷണൽ ഹെറാൾഡിന്റെ പേരിലുള്ള 166 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ ED ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കുറ്റപത്രവും സമർപ്പിച്ചത്. പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് യങ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായാണ് കേസ്. യങ് ഇന്ത്യ ലിമിറ്റഡ് വഴി 50 ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ 2000 കോടി രൂപയിലധികം വരുന്ന സ്വത്തുക്കൾ നിയമവിരുദ്ധമായി ഏറ്റെടുത്തെന്നും ആരോപണമുണ്ട്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ കുറ്റപത്രം പ്രതികാര രാഷ്ട്രീയത്തിന്റെയും ഭീഷണിയുടെയും ഭാഗമെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രതികരിച്ചു. അതിനിടെ ഹരിയാന ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ റോബർട്ട് വദ്രയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഹരിയാന ഷിഖാപൂരിൽ 7.5 കോടി രൂപയ്ക്ക് വാങ്ങിയ ഭൂമി 58 കോടി രൂപയ്ക്ക് മറച്ചുവിറ്റ കേസിലാണ് ED നടപടി. 24 ഡൽഹി. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിൽ CBI അന്വേഷണ ഉത്തരവിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ച കിഫ്ബി CEO KM എബ്രഹാം. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് KM എബ്രഹാം കത്തിൽ ആരോപിച്ചു. IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം ഗൂഢാലോചന അന്വേഷിക്കണം എന്നാണ് ആവശ്യം. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഇതിലൊരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. അത് ജോമോൻ പുത്തൻപുരയ്ക്കൽ മാത്രമല്ല, മറ്റ് 2 പേർ കൂടി ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ട്. അത് IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ KM എബ്രഹാം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്താണ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിന്റെ ഉള്ളടക്കം? KM എബ്രഹാമിന്റെ ഈ നീക്കത്തെ എങ്ങനെ കാണണം ഷഫീദ്? റിജിത്ത്, അത്യസാധാരണ നീക്കം എന്നല്ലാതെ നമുക്കിതിനെ കാണാൻ കഴിയില്ല. കാരണം നിലവിൽ കോടതി ഇടപെട്ടുകൊണ്ട് കോടതി പ്രഖ്യാപിച്ച ഒരു CBI അന്വേഷണം, ആ അന്വേഷണ ഉത്തരവിന് പിന്നാലെ സംസ്ഥാന സർക്കാരിന് തന്റെ അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള ഹർജിയിന്മേൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന കിഫ്ബി CEOയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരാളെന്ന നിലയിൽ KM എബ്രഹാം ഒരു കത്തയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ കിഫ്ബി ജീവനക്കാർക്ക് അയച്ച വിഷു സന്ദേശത്തിൽ KM എബ്രഹാം പുതിയ വിവാദത്തെക്കുറിച്ച് വിശദമായി പ്രതികരിച്ചിരുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത്. മാത്രമല്ല 58-ലധികം പേജുകൾ ഉള്ള ഒരു കത്താണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ആ കത്തിൽ ഗൂഢാലോചന, അതായത് ഹർജിക്കാരനായിട്ടുള്ള ജോമോൻ പുത്തൻപുരയ്ക്കലും മറ്റ് 2 പേരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ തെളിവുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി KM എബ്രഹാം വ്യക്തമാക്കുന്നുണ്ട്. ആ തെളിവുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ചില സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്റെ പക്കലുണ്ട്. തനിക്കെതിരെ 2015 മുതൽ നടന്ന ഗൂഢാലോചനയുടെ തെളിവുകൾ, അതേപോലെ തന്നെ നിലവിലിപ്പോൾ ആരോപണ വിധേയമായിട്ടുള്ള സംഭവങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷനുള്ള വിവരങ്ങളും അടക്കമുള്ള വിവരങ്ങളും KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് കൈമാറി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ വിഷയത്തിൽ ഈ കോടതി നടപടിയടക്കം സധൈര്യം നേരിടുമെന്ന് കഴിഞ്ഞ ദിവസം KM എബ്രഹാം ഈ കിഫ്ബി ജീവനക്കാർക്കുള്ള വിഷു സന്ദേശത്തിൽ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് ഈ കാര്യമായി തന്നെ എടുക്കാൻ, അതായത് കാര്യമായി തന്നെ അത് ഏറ്റെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ ആ കത്തിന്റെ പൂർണ്ണ പകർപ്പ് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുള്ള
പൂർണ്ണ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. അദ്ദേഹം ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ, താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ അഴിമതി കണ്ടെത്തിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തുണ്ടായിരുന്നവർ മറ്റു രണ്ടുപേർ, അതായത് ജോമോൻ പുത്തമ്പരിക്കലിനെ കൂടാതെ താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അഴിമതി കണ്ടെത്തിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തുള്ള രണ്ടുപേർ, ആ രണ്ടുപേർക്കെതിരെ കൂടി വളരെ ഗൗരവത്തിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം കെ.എം. എബ്രഹാം ഉന്നയിക്കുന്നുണ്ട്. 3 പേരും സംസാരിച്ചതിന്റെ കോൾ റെക്കോർഡ് രേഖ തന്റെ പക്കലുണ്ടെന്നും തനിക്കെതിരായ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്താനാണ് എന്നുള്ള കാര്യം കൂടി കെ.എം. എബ്രഹാം അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. റിജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 പേർക്കെതിരെയാണ് കെ.എം. എബ്രഹാം ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഒന്നാമത്തെയാൾ നമുക്കറിയാം ഹർജിക്കാരനായിട്ടുള്ള ജോമോൻ പുത്തൻപുരയ്ക്കലാണ്. രണ്ടാമത്തേത് മുൻ വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള ജേക്കബ് തോമസ് ആണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ട്. മൂന്നാമതും അതേ രീതിയിലുള്ള ഉദ്യോഗസ്ഥനെതിരെ പുതിയ ആരോപണം അത് കെ.എം. എബ്രഹാമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഹർജിക്കാരന് തന്നോട് വൈരാഗ്യം തോന്നാനുള്ള കാരണം താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ ഹർജിക്കാരൻ PW റെസ്റ്റ് ഹൌസ് ദുരുപയോഗം ചെയ്ത് താൻ കണ്ടെത്തി, അതിലുള്ള വൈരാഗ്യം. ജേക്കബ് തോമസിന് തനിക്കെതിരെയുള്ള വൈരാഗ്യം, അതേപോലെ തന്നെ താൻ ഈ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അന്ന് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തുള്ള അദ്ദേഹം നടത്തിയ 20 കോടി തിരിമറി, അതിനെക്കുറിച്ചും താൻ കണ്ടെത്തി. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇവരോടൊപ്പം ഒരാൾക്ക് കൂടി തന്നോട് വൈരാഗ്യമുണ്ട്. ആ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഗൂഢാലോചന നടത്തിയ ഗൂഢാലോചനയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അടക്കം അപകീർത്തിപ്പെടുത്താനാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ സ്വത്തിന്റെ കാര്യത്തിൽ ഹാജരാക്കിയ രേഖകൾ കോടതി പരിശോധിച്ചോ എന്ന് താൻ സംശയിക്കുന്നു എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ കെ.എം. എബ്രഹാം പറയുന്നുണ്ട്. ഭാര്യയുടെ അക്കൗണ്ടിലെ മുഴുവൻ രേഖകളും പരിശോധിച്ചില്ല കോടതി. അതേപോലെ കൊല്ലത്തെ വിവാദ കെട്ടിടം അതിന്റെ പണിയടക്കം താനും സഹോദരന്മാരും തമ്മിലുള്ള ധാരണാപത്രം അനുസരിച്ചാണെന്നും കെ.എം. എബ്രഹാം മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലും വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാട് അത് നിർണായകമാകും. പ്രത്യേകിച്ച് ഒരു കോടതി ഉത്തരവിന്മേൽ, CBI അന്വേഷണം നിർദ്ദേശിച്ചുള്ള കോടതി ഉത്തരവിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് വലിയ രീതിയിൽ വിചിത്രമായ ഒരു സംഭവമായി മാറും. അതിൽ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം നിർണായകമാകും. ഏതായാലും ഈ വിഷയമുണ്ടായി കോടതി തന്നെ ഡയറക്ട് ചെയ്ത് ഇത്രയും ദിവസമായിട്ടും ഏതെങ്കിലും തരത്തിൽ കെ.എം. എബ്രഹാമിനെ കൈവിടുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിയിരുന്നില്ല മുഖ്യമന്ത്രി. പക്ഷേ കൂടുതൽ ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിലെടുക്കുന്ന തീരുമാനം, നിലപാട് അത് നിർണായകമാകും. ഏതായാലും അത്യസാധാരണമായ ഒരു സംഭവമാണ്. IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തനിക്കെതിരെ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് കിഫ്ബി CEO കെ.എം. എബ്രഹാം ഇപ്പോൾ മുഖ്യമന്ത്രിയോട് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഷഫീദ്, ഇതൊരു സാധാരണ ഉദ്യോഗസ്ഥനല്ല, കെ.എം. എബ്രഹാമാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അതിൽ തന്നെ തന്റെ കൈവശം ചില തെളിവുകളുണ്ട്, സംഭാഷണങ്ങളടക്കം എന്ന കാര്യം കെ.എം. എബ്രഹാം ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയാണെങ്കിൽ ഈ സ്ഥാനമൊഴിയുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രതികരണം അല്ലെങ്കിൽ ഒരു സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? മറ്റൊന്ന് ഈ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിനെ അപ്പീലുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം കെ.എം. എബ്രഹാമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഷഫീർ, അപ്പീൽ കെ.എം. എബ്രഹാം പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അദ്ദേഹം സ്വാഭാവികമായും അപ്പീലിനുള്ള സാധ്യതകളും സൂചനകളും ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാടായിരിക്കും നിർണായകമാവുക. കാരണം ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് എടുത്തൊരു തീരുമാനമാണ് CBI അന്വേഷണം. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു CBI അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തിലേക്ക് വഴിവെച്ച ഹർജിക്കാരനെ ഒരു പ്രത്യേക അന്വേഷണത്തിന്റെ പരിധിയിൽ സർക്കാർ കൊണ്ടുവന്നാൽ അത് ഒരു പക്ഷേ കോടതിയിൽ നിന്നടക്കം സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വരിക വിചിത്രമായിട്ടുള്ള ചില രീതികളും സമീപനങ്ങളും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിരിക്കും സർക്കാർ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. അതേസമയം കെ.എം. എബ്രഹാം ഈ കത്തിൽ പറയുന്നുണ്ട് താൻ ഏതെങ്കിലും തരത്തിൽ ഈ പദവിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ഈ വിഷയം പരിശോധിച്ച് മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാം. താൻ ആ സ്ഥാനത്ത് പ്രത്യേകിച്ച് 2 പ്രധാനപ്പെട്ട ചുമതല അദ്ദേഹം ഇരിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഒരു സെക്രട്ടറി പോസ്റ്റാണ്. രണ്ടാമത്തേത് കിഫ്ബി CEO, അതായത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള പദ്ധതിയുടെ തലപ്പത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഇക്കാര്യത്തിലെ പ്രതിരോധം എന്നതിനപ്പുറത്തേക്ക് കോടതി നടപടികൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന ഓരോ നീക്കങ്ങളും നിർണായകമാകും. മാത്രമല്ല ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നതടക്കം മുൻപ് നമ്മുടെ സംസ്ഥാനത്തിലെ IAS ഉദ്യോഗസ്ഥൻ പങ്കുവച്ചിട്ടുള്ള കാര്യമല്ല. മാത്രവുമല്ല അത് ഉന്നയിക്കുന്നത് മുൻ വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള ഒരാൾക്കെതിരെ കൂടിയാണ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനം ഉടൻ എടുക്കുമായിരിക്കാം. ഒരു പക്ഷേ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനത്തിൽ കെ.എം. എബ്രഹാമിനെ തള്ളാതെയുള്ള തീരുമാനം മുഖ്യമന്ത്രി ഇതുവരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലും അങ്ങനെ തന്നെയുള്ള തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അത് എങ്ങനെ നയപരമായി നടപ്പിലാക്കുമെന്നുള്ള
എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് ഈ CDR അദ്ദേഹം പറയുന്നു ചില ഈ ഗൂഢാലോചന സംബന്ധിച്ച CDR തന്റെ പക്കലുണ്ട്, മാത്രവുമല്ല ചില ഫോൺ സംഭാഷണങ്ങൾ തന്റെ പക്കലുണ്ട് എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ഈ കത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ സമീപനം അത് വളരെയധികം നിർണായകമായി മാറുകയും ചെയ്യും. റിജിത്ത്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകുന്നത്. അസാധാരണമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ KM എബ്രഹാമിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന ആക്ഷേപവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിൽ വിശദമായ അന്വേഷണം വേണം, IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അതിൽ അന്വേഷണം വേണം, തന്റെ ഭാഗത്ത് തന്റെ കൈവശം ചില തെളിവുകളുണ്ട് എന്നതടക്കം KM എബ്രഹാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്താണിതിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എന്ത് നിലപാടാണ് ഈ ആവശ്യത്തിൽ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാട്ടാനാക്രമണത്തിൽ 2 ദിവസത്തിനിടെ 3 പേർ കൊല്ലപ്പെട്ട അതിരപ്പള്ളിയിൽ പ്രതിഷേധം ശക്തം. നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ അതിരപ്പള്ളിയിൽ ജനകീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിരപ്പള്ളി വാഴച്ചാൽ ഇക്കോ ടൂറിസം കേന്ദ്രം നാളെ അടച്ചിടും. ഈ വർഷം ഇതുവരെ 18 പേരാണ് കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്ര പര്യടനം തുടരുന്നു. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, Pyramid Agro Multi-State Cooperative Society Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്ര കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുന്നു. യാത്രയ്ക്ക് കോഴിക്കോട് ജനത ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ യാത്രയ്ക്ക് ആശംസകളുമായി എത്തി. കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് SKN40 യാത്ര തുടങ്ങിയത്. കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് യാത്രയ്ക്ക് പിന്തുണ അറിയിച്ചു. SKN40ക്ക് ആദ്യം ഒരു അഭിനന്ദനം നടത്തും. ഒരു ചെറിയ കുട്ടി അഡിക്റ്റ് ആയാൽ ആ കുട്ടിക്ക് 7 വർഷമേ ജീവിതമുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ ഇതിന്റെ ഭീകരത പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക, അങ്ങനെ ഭീകരമായ ഒരു സാധനം ഇന്നുവരെ ഈ ലോകത്ത് ഉണ്ടായിട്ടെന്നുള്ളതാണ് വാസ്തവം. ഒരാളും ഇതറിഞ്ഞാൽ നിശബ്ദരായിരിക്കരുത്. അറിഞ്ഞാൽ ഉടൻ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഇനി സംശയമുണ്ട് എന്നേ പറയണ്ടു. ലഹരിക്കെതിരായ പോലീസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് മെഡിക്കൽ കോളേജ് ACP A. ഉമേഷ് വിശദീകരിച്ചു. നമുക്ക് ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി തന്നെയാണ്, ആൾക്കാരുടെ ഇൻഫർമേഷനോട് തന്നെയാണ് നമുക്ക് കൂടെ പിടിക്കാൻ പറ്റുന്നത്. ഇപ്പൊ കണ്ടത് നല്ല കാര്യം, ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇൻഫർമേഷൻ കൂടുതൽ വരാൻ തുടങ്ങി. ആന്റി പോലീസ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ ഇപ്പൊ പോലീസിനോട് തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് നിൽക്കുകയാണ്. സൊസൈറ്റിയുടെ റിസൾട്ടാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതിനിടാൻ പറ്റൂ. മിഠായി തെരുവിൽ വ്യാപാരികളും ലഹരിക്കെതിരായ യാത്രയിൽ പങ്കാളികളായി. ലഹരിക്കെതിരെ താങ്കളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ മൊത്തം ഇങ്ങനെ ഒരു പര്യടനം നടത്തുന്നതിന് സ്വാഗതം ചെയ്യുകയാണ്. കാരന്തൂർ മർക്കസിലും ലഹരി വിരുദ്ധ സന്ദേശവുമായി യാത്രയെത്തി. ഞാനറിയുന്ന കേരളം ഇതല്ല. എനിക്ക് കേരളത്തെ തിരിച്ചു പിടിച്ചേ പറ്റൂ. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇതെൻ്റെ ഒരു അവതാര ലക്ഷ്യമായി ഞാൻ കാണുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൽ അണിചേരുന്നുണ്ട്. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരമ്പിയാർക്കുന്ന ആവേശത്തോടെ എത്രയോ അമ്മമാർ വരുന്നു. ആറന്മുള ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് ഒരമ്മ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം എൻ്റെ കാതുകളിൽ ഇപ്പോഴും വന്ന് അലയ്ക്കുന്നുണ്ട്. തലച്ചോറിൽ അഗ്നി വായിക്കുന്ന ഒരുപാട് പ്രതികരണങ്ങൾ പലരും നടത്തുന്നു. ഇതൊക്കെ നമ്മൾ വളരെ ആവേശത്തോടെ തന്നെയാണ് കാണുന്നത്. മർക്കസിലെ മുഴുവൻ പേരും ഒന്നിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അത് നിർമ്മാർജ്ജനം ചെയ്യാൻ ആവശ്യമായ എല്ലാ നടപടികളും ഗവൺമെന്റും ശ്രീകണ്ഠൻ നായർ തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും ശ്രമിക്കണമെന്ന്
ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ മുക്കം ടൗണിൽ നിന്നാണ് യാത്ര തുടങ്ങുക. 24 കോഴിക്കോട്. വാർത്തകളിലേക്ക് വീണ്ടും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് സംയുക്ത തൊഴിലാളി യൂണിയൻ. ഈ മാസം 19-ന് കളക്ടറുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച നടത്തും. അതേസമയം നാളെ മുതൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണതോതിൽ ആരംഭിക്കുമെന്ന് സ്പെഷ്യൽ ഓഫീസർ എസ് സുഹാസ് IAS 24-നോട് പറഞ്ഞു. ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് 3 ദിവസമായി സമരം തുടരുകയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ. അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് കളക്ടറേറ്റിൽ ചർച്ച നടന്നത്. പ്രശ്നപരിഹാരത്തിലേക്ക് വഴി തുറക്കുന്നുവെന്ന പ്രതീക്ഷയാണ് തൊഴിലാളി സംഘടനകൾ ചർച്ചയ്ക്ക് ശേഷം പങ്കുവച്ചത്. 19-ന് കലക്ടറുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ചയുണ്ടാകും. ജില്ലാ കലക്ടർ ഉൾപ്പെടെ അതേപോലെ തന്നെ RJLCയും മറ്റ് ആളുകളും പങ്കെടുത്തുകൊണ്ട് ട്രേഡ് യൂണിയൻ പ്രതിനിധികളും പങ്കെടുത്തുള്ളൊരു ചർച്ച നടത്തും. അതോടുകൂടി പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ആകും എന്നാണ് ഇന്നത്തെ ചർച്ചയുടെ ഒരു ഉള്ളടക്കമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അഡീഷണൽ ലേബർ കമ്മീഷനുള്ള ചർച്ച പോസിറ്റീവാണ്. തൊഴിലാളികൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്കതിൻ്റെ ഒരു ഉറപ്പ് പൂർണ്ണമായി വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് കലക്ടറും കൂടി വേണം, സ്പെഷ്യൽ ഓഫീസർ വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചർച്ച 19-ാം തീയതിയിലേക്ക് വെച്ചിട്ടുണ്ട്. സമരം തുടരും. ആനുകൂല്യങ്ങൾ ലഭ്യമാകും വരെ സമരം തുടരാനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. 280ഓളം തൊഴിലാളികൾക്കാണ് ആനുകൂല്യങ്ങൾ കിട്ടേണ്ടത്. അതേസമയം ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നാളെ മുതൽ പൂർണ്ണതോതിലാകുമെന്ന് സ്പെഷ്യൽ ഓഫീസർ എസ് സുഹാസ് IAS വ്യക്തമാക്കി. വർക്ക് ഓൾറെഡി തുടങ്ങി. ഇപ്പോൾ റോഡ് വർക്ക് ഇന്നും നാളെ തുടങ്ങും. ಮತ್ತೆ മോഡൽ ഹൗസിന്റെ വർക്ക് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. സോ ഏറ്റവും പെട്ടെന്ന് ഒരു 4 ക്ലസ്റ്ററിൽ എല്ലാ വീടുകളും കൺസ്ട്രക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 24 വയനാട്. ഈ റിപ്പോർട്ടോടെ 24 റൗണ്ട് പൂർത്തിയാവുകയാണ്. നമസ്കാരം.